തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജീൻസും ലെഗിൻസും വിലക്കി വൈസ് പ്രിൻസിപ്പലിന്റെ ഉത്തരവിറങ്ങി. ആൺകുട്ടികളും പെൺകുട്ടികളും ഫോർമൽ വേഷം ധരിക്കണം. കിലുക്കമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനും ക്യാമ്പസിൽ വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ധരിക്കേണ്ടതും അല്ലാത്തതുമായ വേഷങ്ങൾ ആൺപെൺ വേർതിരിവോടെ പറയുന്നതാണ് സർക്കുലർ. പെൺകുട്ടികൾക്ക് ജീൻസ്, ലെഗിൻസ്, ഷോർട്ട് ടോപ്പ് എന്നിവ ധരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. കൂടാതെ ചെരുപ്പും കിലുക്കമുള്ള ആഭരണങ്ങളും ധരിക്കാൻ പാടില്ല. ആൺകുട്ടികൾ ചെരുപ്പ്, ജീൻസ്, ടീഷർട്ട്, മറ്റു കാഷ്വൽ വേഷങ്ങൾ എന്നിവ ധരിക്കരുതെന്നാണ് സർക്കുലർ പറയുന്നത്. പെൺകുട്ടികൾ ഫോർമൽ വേഷങ്ങളായ ചുരിദാറും സാരിയും മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. കൂടാതെ മുടി ഒതുക്കി കെട്ടിവെക്കണം. ആൺകുട്ടികൾ ഫോർമൽ വേഷങ്ങൾക്കൊപ്പം ഷൂസും ധരിക്കണം. എല്ലാ വിദ്യാർത്ഥികളും വൃത്തിയുള്ള വേഷത്തിലാണ് എത്തേണ്ടതെന്നുള്ളതാണ് ആദ്യ നിർദ്ദേശം. വിദ്യാർത്ഥികൾ മേൽപ്പറഞ്ഞ ഡ്രസ് കോഡ് പാലിക്കുന്നുണ്ടെന്ന് വകുപ്പ് അധ്യക്ഷന്മാരും യൂണിറ്റ് മേധാവികളും ഉറപ്പുവരുത്തണമെന്നാണ് സർക്കുലറിലെ നിർദ്ദേശം. വ്യാഴാഴ്ച ചേർന്ന കോളേജ് കമ്മിറ്റി ഓഫ് മാനേജ്മെന്റ് യോഗത്തിനു ശേഷമാണ് മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഇത്തരത്തിലുള്ള ഉത്തരവിറക്കിയത്. അതേസമയം ഇതാദ്യമായല്ല ഇത്തരം ഒരു സർക്കുലർ ഇറങ്ങുന്നതെന്നും വിദ്യാർത്ഥികളെ തിരിച്ചറിയാൻ വേണ്ടിയാണിതെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഗിരിജകുമാരി: ഇത് പല ടീച്ചേഴ്സ് പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കുട്ടികളുടെ ഡ്രസ് കോഡ് ശരിയല്ല, അവർ മോഡസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കുലർ റിമൈൻഡർ പോലെ കൊടുത്തതാണ്. എല്ലാ വർഷവും സർക്കുലർ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ വിദ്യാർത്ഥികളുടെ അഭിപ്രായം തിരക്കാതെയാണ് അധികൃതരുടെ തീരുമാനമെന്ന് മെഡിക്കൽ കോളേജ് യൂണിയൻ ചെയർമാൻ ജിബിൻ ജെയിംസ് പറഞ്ഞു. വിദ്യാർത്ഥികളുമായി ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള സംസാരം ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഒന്നും വന്നിട്ടില്ല, അറിയിച്ചിട്ടില്ല. നമ്മൾ ഈ സർക്കുലർ വരുമ്പോഴാണ് നമ്മൾ ഇത് ആദ്യമായിട്ട് അറിയണത്. അതേസമയം ഇത്തരത്തിൽ ഒരു സർക്കുലർ ഇത് ആദ്യമല്ലെന്നും വിദ്യാർത്ഥികളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ നടപടിയെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുട്ടനാട്ടിലെ കൃഷി പരിപോഷിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടുകൾ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധം ശക്തം. കഴിഞ്ഞ UDF സർക്കാരും 2 വർഷമായി കേന്ദ്രം ഭരിക്കുന്ന NDA സർക്കാരും പാടെ അവഗണിച്ചിരിക്കുകയാണ് കുട്ടനാട്ടിലെ കർഷകരെ. എന്നാൽ കഴിഞ്ഞ UDF സർക്കാർ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പേരിൽ പൊടിച്ചത് കോടികളാണ്. കുട്ടനാടിലെ കാർഷിക മേഖലയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായിട്ടായിരുന്നു കുട്ടനാട് പാക്കേജ് എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനായി 2008 സ്വാമിനാഥൻ കമ്മീഷനെ നിയമിച്ചിരുന്നത്. വിശദമായ പഠന റിപ്പോർട്ട് സ്വാമിനാഥൻ കമ്മീഷൻ സമർപ്പിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല. റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തലകീഴായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ. പിന്നീട് അപ്പർ കുട്ടനാടിലെ പുഞ്ചകൃഷിക്ക് പുറമെ പുറം ബണ്ട് കെട്ടി കരകൃഷി ഇറക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇവയൊക്കെ നിർദ്ദേശങ്ങളായി മാത്രം അവശേഷിച്ചു. ആകെ നടപ്പിലാക്കിയതാകട്ടെ ചില പാടങ്ങളിൽ മോട്ടോറും പെട്ടിയും സ്ഥാപിക്കുകയും റിപ്പോർട്ടിന്റെ ഒടുവിൽ പറഞ്ഞിരുന്ന കന്നുകാലി, താറാവ്, കോഴി എന്നിവയുടെ വിതരണവുമാണ് നടന്നിട്ടുള്ളത്. ഇതിനാകട്ടെ കോടികളാണ് ചെലവഴിച്ചതും. പ്രാഥമിക ഘട്ടത്തിൽ പറഞ്ഞിരുന്ന ബണ്ട് കെട്ടുകയും മറ്റും അങ്ങനെ തന്നെ നടപ്പാകാതെ കിടക്കുന്നുമുണ്ട്. ഈ കുട്ടനാട് അപ്പർ കുട്ടനാടിൽ പാക്കേജിന്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 രൂപ പോലും അപ്പർ കുട്ടനാട് ചെലവഴിച്ചിട്ടില്ല. അപ്പർ കുട്ടനാട് ചെലവഴിച്ച് അവിടെ ഇവിടെ ചെറിയ പാടങ്ങൾക്ക് 2-3 പെട്ടിയും പറയും കൊടുത്ത് മാത്രമുണ്ട്. ജലസേചന വകുപ്പും കൃഷിവകുപ്പും കൂടിക്കലർന്ന് കിടക്കുന്ന കുട്ടനാട് പാക്കേജിൽ ശരിക്കും നാഥനില്ലാത്ത അവസ്ഥയാണിപ്പോൾ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കാൻ കാര്യമായ നടപടികൾ ഒന്നും ഉണ്ടായില്ല. UPA സർക്കാരിന് ശേഷം വന്ന NDA സർക്കാരും ഇതിൽ താൽപര്യം കാണിച്ചില്ല. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന കാർഷിക ബോർഡ് രൂപീകരിക്കലും കാർഷിക കലണ്ടർ ഇറക്കലുമെല്ലാം കടലാസിൽ ഒതുങ്ങി. സ്വാമിനാഥൻ പാക്കേജ് നടപ്പിലാക്കാതെ വന്നതോടെ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിലെ കാർഷിക മേഖലയുടെ മുഖച്ഛായ തന്നെ മാറുമെന്ന് പ്രതീക്ഷിച്ച കർഷകർ ഇപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന അവസ്ഥയിലാണുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ദിനംപ്രതി വർദ്ധിക്കുന്ന ATM തട്ടിപ്പ് ബാങ്കുകളെ ആശങ്കപ്പെടുത്തുന്നു. രാജ്യത്താകെ 32 ലക്ഷം ATM കാർഡുകൾ ബ്ലോക്ക് ചെയ്തതായാണ് വിവരം. ATM കാർഡ് മുതൽ സെക്യൂരിറ്റി ജീവനക്കാരനെ വരെ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചതാണ് തട്ടിപ്പ് വർദ്ധിക്കാൻ ഇടയാക്കിയതെന്നാണ് വിദഗ്ധ വിലയിരുത്തൽ. ബാങ്കുകൾക്ക് സ്വന്തം നിലയ്ക്ക് ധനകാര്യ പരിശോധനാ വിഭാഗം ഇല്ലാത്തതും തിരിച്ചടിയായി. SBI അസോസിയേറ്റഡ് ബാങ്കുകൾ എന്നിവയ്ക്ക് പുറമെ ICICI, ആക്സിസ് ബാങ്ക്, യെസ് ബാങ്ക്, HDFC എന്നീ ബാങ്കുകളാണ് സുരക്ഷാ പാളിച്ചയെ തുടർന്ന് തങ്ങളുടെ ATM ഡെബിറ്റ് കാർഡുകൾ ബ്ലോക്ക് ചെയ്യുന്നത്. ATM കാർഡുകൾ നിർമ്മിക്കുന്ന കമ്പനിയിൽ നിന്ന് വിവരങ്ങൾ ചോരുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബാങ്കുകളുടെ നടപടി. ATM വഴിയുള്ള മുഴുവൻ പണമിടപാടും പുറംകരാറുകാരെ ബാങ്കുകൾ ഏൽപ്പിച്ചതാണ് തട്ടിപ്പുകൾ വർദ്ധിപ്പിക്കാനിടയാക്കിയതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ATM കാർഡ്, മെഷീൻ, പണം നിറയ്ക്കൽ, സെക്യൂരിറ്റി ജീവനക്കാരൻ ഉൾപ്പെടെ എല്ലാം സ്വകാര്യ ഏജൻസികളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കൃത്യമായി ഇവ ബാങ്കുകൾ നിരീക്ഷിക്കുന്നില്ല. ബാങ്കുകൾക്ക് സ്വന്തം നിലയ്ക്ക് ധനകാര്യ പരിശോധനാ വിഭാഗം ഇല്ലാത്തതും വലിയ തിരിച്ചടിയാണ്. ബെഫി സംസ്ഥാന വൈസ് പ്രസിഡന്റും ഓൾ ഇന്ത്യ നബാർഡ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റുമായ ജോസ് ടി എബ്രഹാം: ഔട്ട്സോഴ്സ് ചെയ്തതെന്നാണ് ഞങ്ങളുടെ ഒക്കെ പൊതുവെ പൊതുജനങ്ങളുടെയും യൂണിയനുകളുടെ ഒക്കെ അഭിപ്രായം. സെക്യൂരിറ്റികളെ പോലും ഔട്ട്സോഴ്സ് ചെയ്യരുതെന്നാണ്. അതുപോലെ ടെക്നോളജി റിലേറ്റഡ് ഉണ്ട്.
അപ്പോൾ അവർ സാധാരണ ഇത് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ്റനൻസും ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും ഒക്കെ ചെയ്യണമെങ്കിൽ ഹ്യൂജ് പൈസ പിന്നെയും കൊടുക്കണം. അത് പലപ്പോഴും ചെയ്യൂല. ബാങ്കിന് തന്നെ ഒരു ഫൈനാൻഷ്യൽ വിജിലൻസ് സിസ്റ്റം ഉണ്ടാവണം. ബാങ്കുകളുടെ സാങ്കേതിക സംവിധാനങ്ങളും സ്വകാര്യ കമ്പനികളാണ് കൈകാര്യം ചെയ്യുന്നത്. ബാങ്കുകൾ അവരുടെ 20 ATMന് ബാങ്കിന്റെ തന്നെ ഉദ്യോഗസ്ഥനെ സുരക്ഷാ ജീവനക്കാരനായി നിയമിക്കണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ദിനംപ്രതി ATM തട്ടിപ്പുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ബാങ്കുകളും വലിയ അങ്കലാപ്പിലാണ്. ഇനി നിരീക്ഷണ സംവിധാനം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ ബാങ്കുകൾക്ക് വലിയ തിരിച്ചടിയാകും നേരിടേണ്ടി വരിക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാട്ടാനപ്പേടി വിട്ടൊഴിയാത്ത ഗ്രാമമാണ് വയനാട്ടിലെ അരണമല. ഇവിടെയുള്ള ആദിവാസി കോളനിക്കാർക്ക് കാട്ടാനയെ പേടിച്ച് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയാണ്. രാവും പകലുമെന്നില്ലാതെ കാട്ടാന ശല്യം അനുഭവിക്കുകയാണ് ഈ ഗ്രാമം. മേപ്പാടി പഞ്ചായത്ത് 13-ാം വാർഡിലാണ് അരണമല കാട്ടുനായ്ക്ക കോളനി. കാടിറങ്ങുന്ന കാട്ടാനകൾ കൃഷിയും മറ്റും നശിപ്പിക്കുന്നത് ഇവിടെ പതിവായിരിക്കുന്നു. വീടുകൾക്ക് നേരെയും ഇപ്പോൾ ആക്രമണമുണ്ടായതോടെ ഇവിടെയുള്ളവർ ഭീതിയിലാണ്. 48 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. കോളനിയിലെ ചന്ദ്രൻ എന്നയാളുടെ വീടിന്റെ വാതിലും ജനാലകളും കഴിഞ്ഞ ദിവസം എത്തിയ കാട്ടാനകൾ തകർത്തു. ഇവിടെയുള്ള 4 കുടിലുകളും പറയുമ്പോഴേക്കും ജനാല അത് കുത്തിപ്പൊട്ടിച്ച് ജനാല പൊട്ടിച്ചാൽ അതേ സ്പീഡിൽ വന്ന് വാതിലും കുത്തി. ഇങ്ങനെ ആ 4-ാം പ്രാവശ്യം കുത്തിയിട്ട് 4 തവണ വാതിലിന് കുത്തി. 5-ാമത്തെ തവണയ്ക്കാണ് വാതിൽ പൊളിഞ്ഞ് അകത്തേക്കിട്ട് വീണത് ആന കൈയിട്ട് ഇങ്ങനെ തപ്പി. എങ്കിലും നമുക്ക് എന്നിട്ട് ഞങ്ങൾ പേടിച്ചിട്ട് എങ്ങോട്ടൊക്കെ വാതിൽ തുറന്ന് ഇതിലെ കൊടുക്കണം. വന്യമൃഗശല്യം രൂക്ഷമായതോടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട് പരാതികൾ നൽകാനൊരുങ്ങുകയാണ് കോളനിക്കാർ. ന്യൂസ് ബ്യൂറോ, വയനാട്. 70ാമത് പുന്നപ്ര വയലാർ വാർഷിക വാരാചരണം ആരംഭിച്ചു. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലെ സമരഭൂമികളിൽ പതാകകൾ ഉയർന്നു. വയലാറിൽ ഇന്ന് പതാക ഉയർന്നു. വാർഷിക വാരാചരണം 27-ന് സമാപിക്കും. പുന്നപ്ര വയലാർ വാരാചരണത്തിന്റെ ഭാഗമായി വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലും പതാക ഉയർന്നു. പുന്നപ്ര വയലാർ സമരസേനാനി CK കരുണാകരൻ പതാക ഉയർത്തി. വ്യാഴാഴ്ച മേനാശ്ശേരിയിൽ നിന്നാരംഭിച്ച പതാക ജാഥ 11 മണിയോടെയാണ് വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേർന്നത്. തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടന്നു. പുന്നപ്ര വയലാർ സമരസേനാനികളും ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളും അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നലെ പുന്നപ്രയിലും വലിയ ചുടുകാട്ടിലും മാരാരിക്കുളത്തും രക്തപതാകകൾ ഉയർന്നു. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലെ സമരഭൂമികളിൽ വരുന്ന ഒരാഴ്ചക്കാലം പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടക്കും. 23-ന് പുന്നപ്ര സമരഭൂമിയിൽ നടക്കുന്ന പുഷ്പാർച്ചനയിലും അനുസ്മരണ സമ്മേളനത്തിലും സമരസേനാനി കൂടിയായ VS അച്യുതാനന്ദൻ പങ്കെടുക്കും. 27-ന് വയലാറിലാണ് വാരാചരണം സമാപിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, VS അച്യുതാനന്ദൻ, കാനം രാജേന്ദ്രൻ തുടങ്ങി ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും പ്രമുഖർ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മലയാള സാഹിത്യത്തിന് ബിംബകൽപ്പനകളുടെ ഗ്രീഷ്മവും കണ്ണീരും സമ്മാനിച്ച കവി അയ്യപ്പന്റെ ഓർമ്മകൾക്ക് ഇന്ന് 6 വയസ്സ്. ജീവിതത്തിന്റെ ബന്ധനങ്ങളെ അറുത്തുമാറ്റി സ്വന്തം ജീവിതസത്യയെ കവിതയിലേക്ക് എത്തിച്ചതായിരുന്നു അയ്യപ്പൻ എന്ന കാവ്യ ജീവിതത്തിന്റെ ആകത്തുക. ജീവിതാനുഭവങ്ങളുടെ വിഷം കവിതയാക്കി മാറ്റിയ അയ്യപ്പൻ കവിത ഒരു കോപ്പ വിഷമാണെന്നെഴുതി. കവിത നേരം പോക്കാക്കുകയും അതിനെ ജീവനോപാധിയാക്കുകയും ചെയ്തവർക്ക് അന്യമായിരുന്നു വാടകമുറികളും മദ്യപ്പുരകളും വിളമ്പിയ അയ്യപ്പൻ എന്ന കാവ്യപുസ്തകം. കവിത എഴുത്തുപോലെ തന്നെ അയ്യപ്പന്റെ ശീലമായിരുന്നു മദ്യപാനവും. അയ്യപ്പനെക്കുറിച്ച് ലോകം സൃഷ്ടിച്ച ഇമേജ് മദ്യജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് അയ്യപ്പനിലെ കവിയെ പലപ്പോഴും പരിമിതപ്പെടുത്തിയത്. അങ്ങനെ പലർക്കും സിനിമയിലെ ജോൺ എബ്രാഹാമിന് സാഹിത്യത്തിൽ അയ്യപ്പൻ പകരക്കാരനായി. അയ്യപ്പന്റെ കവിതയിലും പ്രണയവും വിരഹവും ഉണ്ടായിരുന്നു. അതിലുപരി വിശപ്പുണ്ടായിരുന്നു. സമൂഹം വിമർശിച്ചവരെയും ഒറ്റപ്പെടുത്തിയവരെയും സമൂഹത്തിലെ ചെറിയ ചെറിയ ജീവിതങ്ങളെയും അയ്യപ്പൻ തന്നിലൂടെ നോക്കിക്കണ്ടു. തെരുവിന്റെ കരച്ചിലും അടക്കിവെക്കാൻ കഴിയാത്ത ചിരിയും കാമവും ഭ്രാന്തുമാണ് കവിതയ്ക്ക് വിഷയങ്ങളായത്. ഞാൻ കുടിച്ച കണ്ണീരോളം വരില്ല ഞാൻ കുടിച്ചു വറ്റിച്ച മദ്യത്തിന്റെ അളവെന്ന ഫൈസ് അഹമ്മദ് ഫൈസിന്റെ വരികളായിരുന്നു അയ്യപ്പനേറെ ഇഷ്ടം. 1949 ഒക്ടോബർ 27-ന് തിരുവനന്തപുരം ജില്ലയിലെ നേമത്തായിരുന്നു അയ്യപ്പന്റെ ജനനം. 18-ാം വയസ്സിൽ കവിത എഴുതി തുടങ്ങി. 2010-ലെ ആശാൻ പുരസ്കാരമാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച അംഗീകാരം. ആശാൻ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് ചെന്നൈയിലേക്ക് പുറപ്പെടാനിരിക്കെയാണ് മരണം അയ്യപ്പനെ തേടിയെത്തിയത്.
ആരും തിരിച്ചറിയാതെ മണിക്കൂറുകളോളം തെരുവിൽ കിടന്നപ്പോഴും നിർജീവമായ ശരീരത്തിന്റെ ഹൃദയസ്ഥാനത്തൊരു കടലാസുണ്ടായിരുന്നു. അതിലെന്നും കൂട്ടുണ്ടായിരുന്ന കവിതയും. കൾച്ചറൽ ഡെസ്ക്. സ്വർലയ ദേവരാജൻ ദേശീയ സംഗീത പുരസ്കാരം വിഖ്യാത വയലിനിസ്റ്റും സംഗീതജ്ഞനുമായ ഡോക്ടർ എൽ ബാലസുബ്രഹ്മണ്യത്തിന്. പിന്നണി സംഗീതജ്ഞൻ കണ്ണന്റെ സ്മരണാർത്ഥം ഈണം ഇന്റർനാഷണൽ സ്വർലയുമായി സഹകരിച്ച് ഏർപ്പെടുത്തിയ പ്രഥമ സംഗീത പുരസ്കാരത്തിന് സ്റ്റീഫൻ ദേവസിയും അർഹനായി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ഇരു പുരസ്കാരങ്ങളും. MABB ചെയർമാനായ ജൂറിയാണ് പുരസ്കാരങ്ങൾ നിർണ്ണയിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്വർലയ ചെയർമാൻ G രാജ്മോഹൻ, ചീഫ് കോർഡിനേറ്റർ RS ബാബു, ട്രഷറർ തോമസ് ഫിലിപ്പ് തുടങ്ങിയവരാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. കവി പ്രഭാവർമ്മയുടെ ചിത്രാംഗന എന്ന കാവ്യത്തിന് ഭരതനാട്യ ആവിഷ്കാരവുമായി ഡോക്ടർ രാജശ്രീ വാര്യർ. സ്വർലയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 31 തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലാണ് നൃത്താവിഷ്കാരം അരങ്ങേറുക. യശോദ, ശകുന്തള, സൈരന്ധ്രി എന്നീ പുരാണ ഇതിഹാസ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയുള്ള മാനസ സഞ്ചാരമാണ് നൃത്താവിഷ്കാരമെന്ന് രാജശ്രീ വാര്യർ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ മുസ്ലിം സംഘടനകളുടെ ഏകീകരണത്തിന് മുസ്ലിം ലീഗിന്റെ ശ്രമം. ഏകീകൃത സിവിൽ കോഡിനെതിരെ ദേശവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും ഇതിനു മുന്നോടിയായി മുഴുവൻ മുസ്ലിം സംഘടനകളുടെയും യോഗം വിളിക്കാനും തീരുമാനമായി. അതേസമയം മുത്തലാഖ് വിഷയത്തിൽ അഭിപ്രായം ഇപ്പോൾ പറയില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഏകീകൃത സിവിൽ കോഡ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം സംഘടനകളുടെ ഐക്യവും പിന്തുണയുമാണ് മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നത്. ലീഗിനോട് അകന്നു നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, കാന്തപുരം സുന്നികൾ തുടങ്ങിയവരെ കൂടി അടുപ്പിക്കാനാവുമെന്നും നേതാക്കൾ കണക്കുകൂട്ടുന്നു. ഇക്കാര്യത്തിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കാൻ മുഴുവൻ മുസ്ലിം സംഘടനകളുടെയും യോഗം 29 കോഴിക്കോട് ചേരും. ഇസ്ലാമിന്റെ നന്മയുടെ മുഖം കൂടുതൽ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദൗത്യം ഏറ്റെടുക്കാൻ സമുദായ സംഘടനകളെ കൂടി സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി ഈ 29 തീയതി കോഴിക്കോട്ട് സമുദായ സംഘടനകളുടെ യോഗം വിളിച്ച് ചേർക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെയാണ് ആ യോഗം വിളിച്ച് ചേർക്കുന്നത്. അതേസമയം മുത്തലാഖ് വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് ഇടപെടേണ്ടതില്ലെന്നും നേതാക്കൾ കരുതുന്നു. അതിൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അത് മുത്തലാഖ് അംഗീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ അത് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇന്റർപ്രിട്ടേഷൻ, മതപരമായിട്ടുള്ള സംഗതി പണ്ഡിതന്മാർ ഇന്റർപ്രിറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അത് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസിന്റെ കാര്യമല്ല. ഇവിടെ നടക്കുന്നത് ഏക സിവിൽ കോഡിന്റെ പേരിൽ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ്. ഇക്കാര്യത്തിൽ മതസംഘടനകളുടെയും മതപണ്ഡിതരുടെയും അഭിപ്രായത്തോടൊപ്പം നിൽക്കാനാണ് തീരുമാനം. KT സാലിഹ്, മലപ്പുറം. ബധിരയും മൂകയുമായ യുവതിയെ കുടുംബ കോടതി പരിസരത്ത് വെച്ച് ഭർത്താവ് മർദ്ദിച്ചതായി പരാതി. കൊല്ലം മനയിൽകുളങ്ങര സ്വദേശിനി വാഹിദയാണ് മർദ്ദനത്തിനിരയായത്. സംഭവത്തിൽ കൊല്ലം വെസ്റ്റ് പോലീസ് കേസെടുത്തു. ചിത്രകാരി കൂടിയായ യുവതിക്ക് ചിത്രം വരയ്ക്കുന്നതിനും ഇയാൾ വിലക്കേർപ്പെടുത്തിയിരുന്നു. തോർത്തിൽ കല്ല് കെട്ടിയും ഭർത്താവ് ഉമറുൽ ഫറൂഖ് മർദ്ദിച്ചെന്ന് യുവതിയുടെ ബന്ധുക്കൾ പറയുന്നു. കൊല്ലത്ത് ഒരു തൈക്കാവിൽ മൊഹിദ്ദീനായി സേവനമനുഷ്ഠിച്ചു വരവെയാണ് മുമ്പ് 2 കെട്ടിയ ഉമറുൽ ഫറൂഖ് മൂന്നാമതായി ബഷീർ ഷാഹിദ ദമ്പതികളുടെ മകൾ വാഹിദയെ നിക്കാഹ് ചെയ്യുന്നത്. ഈ ബന്ധത്തിൽ 1.5 വയസ്സുള്ള മകനുമുണ്ട്. ബാധ അകറ്റാനെന്ന വ്യാജാന ബദിരയും മൂകയുമായ വാഹിദയെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയതോടെയാണ് വാഹിദ പ്രാണരക്ഷാർത്ഥം രക്ഷിതാക്കളെ അഭയം പ്രാപിച്ചത്. തുടർന്ന് ഉമറുൽ കുട്ടിയെ കിട്ടാൻ കുടുംബ കോടതിയെ സമീപിച്ചു. ഇന്നലെ മീഡിയേഷനിലെത്തിയപ്പോൾ ഉമറുൽ വാഹിദയെയും മാതാവ് ഷാഹിദയെയും മർദ്ദിച്ചുവെന്നാണ് പരാതി. ആംഗ്യഭാഷയിലൂടെ തന്നെ മർദ്ദിച്ചുവെന്ന് വാഹിദ അറിയിച്ചു. മന്ത്രവാദിനെ കൊണ്ട് ബാധ അകറ്റിക്കാനും ഇയാൾ മർദ്ദിക്കുമായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. സാറേ, ഈ കുട്ടി നല്ലൊരു ചിത്രകാരിയാണ്. ചിത്രപ്പണികൾ ചെയ്യും, നല്ലപോലെ വരയ്ക്കും. വരയ്ക്കുന്നതെല്ലാം നശിപ്പിക്കുക, അതിനുണ്ടാക്കി കൊടുക്കുന്ന ബ്രഷും പേനകളൊക്കെ നശിപ്പിക്കുക, റോഡ് നശിപ്പിക്കുക. ഇത് ഇസ്ലാമിന് ഹറാമാണെന്ന് പറയുക. തോർത്തിനകത്ത് കല്ല് കെട്ടി മാറി ഇന്നുകൊണ്ട് തലക്കടിക്കും കുഞ്ഞിൻ്റെ. മന്ത്രവാദിയൊക്കെ കൊണ്ടുപോകും. മന്ത്രവാദിയൊക്കെ കൊണ്ടുപോയി ചെന്നില്ലെങ്കിൽ അതിനും അടിക്കും. മികച്ച ചിത്രകാരി കൂടിയായ വാഹിദയെ മതവിലക്കുണ്ടെന്ന് പറഞ്ഞ് ചിത്രം വരയ്ക്കാൻ അനുവദിച്ചിരുന്നില്ല. മറിച്ചുണ്ടായാൽ വിരലുകളിൽ അടിക്കുമെന്നും രക്ഷിതാക്കൾ ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ കൊല്ലം വെസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ താൻ ആരെയും മർദ്ദിച്ചിട്ടില്ലെന്നാണ് ഉമറുൽ ഫറൂഖ് പറയുന്നത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊച്ചി നഗരമധ്യത്തിൽ പനമ്പള്ളി നഗറിൽ നിന്ന് 7 ലക്ഷം രൂപ വിലമതിക്കുന്ന 132 കുപ്പി വിദേശ മദ്യശേഖരം പിടികൂടി. ഒരു കുപ്പിക്ക് 6000 രൂപ വരെ വിലമതിക്കുന്ന മുന്തിയ ഇനം മദ്യമാണ് പിടികൂടിയത്. 2 പേർ അറസ്റ്റിലായി. ആവശ്യക്കാർക്ക് മദ്യം വീട്ടിലെത്തിച്ചു നൽകുകയായിരുന്നു സംഘത്തിന്റെ രീതി.
18 കുപ്പി വിദേശമദ്യവുമായി കഴിഞ്ഞ ദിവസം പനങ്ങാട് സ്വദേശി നന്ദനൻ പോലീസിന്റെ പിടിയിലായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് പനമ്പിള്ളി നഗറിലെ ഒരു വീട് കേന്ദ്രീകരിച്ച് വിദേശമദ്യ ശേഖരമുള്ളതായി പോലീസിന് മനസ്സിലായത്. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 132 കുപ്പി വിദേശനിർമ്മിത വിദേശമദ്യം പിടികൂടിയത്. മദ്യവിൽപ്പന നടത്തിയിരുന്ന മോഹനൻ, കെട്ടിട ഉടമ സെബാസ്റ്റ്യൻ എന്നയാളും പിടിയിലായി. സ്കോട്ട്ലൻഡ്, സ്വീഡൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിർമ്മിച്ചവയായിരുന്നു പിടികൂടിയ മദ്യം. ഒരു കുപ്പിക്ക് 4000 രൂപ മുതൽ 6000 രൂപ വരെ വിപണിയിൽ വില വരുന്ന മദ്യത്തിന്റെ ഉപഭോക്താക്കൾ നഗരത്തിലെ ചില സമ്പന്നരാണെന്നും പോലീസിന് മനസ്സിലായി. ഫോൺ വിളിച്ചു പറഞ്ഞാൽ മദ്യം വീട്ടിലെത്തിക്കുകയായിരുന്നു രീതിയെന്ന് എറണാകുളം സൗത്ത് SI വിപിൻ പറഞ്ഞു. പനമ്പള്ളി സ്ഥലത്ത് ഹൈഫൈ സൊസൈറ്റി ആണല്ലോ. അവിടെ ഈ വില കൂടിയ മദ്യത്തിന് ആവശ്യക്കാരും ഏറെയാണ്. അതുകൊണ്ടാണ് അവിടെ ഇത്രയും സൂക്ഷിക്കുന്നതാണ് നമുക്ക് കിട്ടിയ വിവരം. ഇപ്പൊ കിട്ടുന്നത് അവർ പറയുന്നത് വിദേശത്ത് വരുന്നവരെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഈ ആവശ്യക്കാർക്ക് കൂടിയ വിലയ്ക്ക് മറിച്ച് വിൽക്കുന്നതാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വിശ്വസിച്ചിട്ടില്ല. കൂടുതൽ അന്വേഷണം അതിന് ഉണ്ടാവുന്നു. പിടികൂടിയ മദ്യത്തിന് വിപണിയിൽ 7 ലക്ഷത്തോളം രൂപ വില വരും. മാസങ്ങൾക്ക് മുമ്പ് പനമ്പിള്ളി നഗറിൽ നടത്തിയ പരിശോധനയിൽ 100 കുപ്പി വിദേശമദ്യം പിടികൂടിയിരുന്നു. ഇപ്പോൾ പിടിയിലായ മോഹനന്റെ സഹോദരൻ അന്ന് അറസ്റ്റിലായി. ഈ മേഖലയിൽ പരിശോധന ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രമുഖ കവിയും നിരൂപകനും അധ്യാപകനുമായ മേലത്ത് ചന്ദ്രശേഖരൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് അന്ത്യം. ഹൃദയസംബന്ധമായ അസുഖത്താൽ ഏറെ നാൾ ചികിത്സയിലായിരുന്നു. തപസ്യ കലാസാഹിത്യവേദിയുടെ മുൻ രക്ഷാധികാരിയായിരുന്നു. പയ്യന്നൂർ കോളേജ് മലയാളം വിഭാഗം മേധാവിയായി ഏറെക്കാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആപ്തപുരാണം, അപൂർണം, മധ്യാഹ്ന സ്വപ്നങ്ങൾ, അമൃതോസ്മി തുടങ്ങി 100ഓളം കവിതാ സമാഹാരങ്ങളും നിരൂപണങ്ങളും എഴുതിയിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങളും മേലത്ത് ചന്ദ്രശേഖരന് ലഭ്യമായിട്ടുണ്ട്. സംസ്കാരം പയ്യന്നൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. AKGCT മുൻ സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ P. നാരായണൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പട്ടാമ്പിയിലെ വീട്ടിൽ ഇന്നുച്ചയ്ക്കായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് രാത്രി കാടാമ്പുഴയിലെ വീട്ടുവളപ്പിൽ നടക്കും. സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ കെമിസ്ട്രി അധ്യാപകനായിരുന്നു. ദീർഘകാലം പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ രസതന്ത്ര വകുപ്പ് മേധാവിയായിരുന്നു. പട്ടാമ്പി കോളേജിൽ നിന്നാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്. പാലക്കാട് ജില്ലയിൽ പുരോഗമന പ്രസ്ഥാനങ്ങളിലും പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു. AKGCTയുടെ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കൺവെൻഷൻ ലോട്ടറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. UDF ഭരണകാലത്തെ അവഗണനകൾ ഓരോന്നായി അവസാനിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇടതുപക്ഷ സർക്കാർ കൂടുതൽ പ്രതീക്ഷകൾ ചെറുകിട ലോട്ടറി വിൽപ്പനക്കാർക്ക് നൽകുന്നുണ്ടെന്നും ജയരാജൻ പറഞ്ഞു. യൂണിയൻ ജില്ലാ സെക്രട്ടറി സെയ്താലി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നൂറുകണക്കിന് ലോട്ടറി ചില്ലറ വിൽപ്പനക്കാരും ഏജന്റുമാരും കൺവെൻഷനിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ ബൈക്കിന് തീപിടിച്ചു. വാഹന പരിശോധനയ്ക്കിടെയാണ് തീപിടിച്ചത്. ബാറ്ററിയിൽ നിന്നുണ്ടായ സ്പാർക്കാണ് കാരണം. സംഭവത്തിനു പിന്നിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് അറിയിച്ചു. പീപ്പിൾ ഫോളോ അപ്പ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്യൂൺ നിയമന ലിസ്റ്റ് ചോർന്ന സംഭവം രജിസ്ട്രാർ കുറ്റക്കാരനാണെന്ന് അന്വേഷണ റിപ്പോർട്ട്. രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നാണ് ലിസ്റ്റ് ചോർന്നത്. ജോയിന്റ് രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന് ലഭ്യമായി. ഈ റിപ്പോർട്ട് വൈസ് ചാൻസലർ പൂഴ്ത്തിയിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്യൂൺ നിയമന ലിസ്റ്റ് ചോർന്ന വാർത്ത നേരത്തെ പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ ജോയിന്റ് രജിസ്ട്രാറെ വൈസ് ചാൻസലർ ഡോക്ടർ K. മുഹമ്മദ് ബഷീർ ചുമതലപ്പെടുത്തിയിരുന്നു. അന്വേഷണത്തിൽ നിയമന ലിസ്റ്റ് ചോർന്നത് രജിസ്ട്രാർ TM അബ്ദുൾ മജീദിന്റെ ഓഫീസിൽ നിന്നാണെന്ന് തെളിഞ്ഞു. അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട രേഖകളാണ് പുറത്തായത്. നിയമവിരുദ്ധമായി വ്യാജ വിൻഡോസ് ഉപയോഗിച്ചാണ് രജിസ്ട്രാറുടെ ഓഫീസിലെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിച്ചിരുന്നത്. സംഭവത്തിൽ രജിസ്ട്രാർ കുറ്റക്കാരനാണെന്നും ജോയിന്റ് രജിസ്ട്രാർ CP ജോൺ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. എന്നാൽ ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാതെ വൈസ് ചാൻസലർ പൂഴ്ത്തുകയായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. പിന്നീട് പ്രോ വൈസ് ചാൻസലർ P. മോഹനൻ നടത്തിയ അന്വേഷണ റിപ്പോർട്ടും വൈസ് ചാൻസലർ പൂഴ്ത്തി. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരിൽ നിന്നും ഏജന്റുമാർ മുഖേന പണം വാങ്ങാൻ വേണ്ടിയായിരുന്നു നിയമന ലിസ്റ്റ് ചോർത്തിയത് എന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗുരുതര ക്രമക്കേട് നടത്തിയ രജിസ്ട്രാറെ സംരക്ഷിക്കുന്ന നിലപാടാണ് വൈസ് ചാൻസലർ സ്വീകരിക്കുന്നത്. ഇരുവർക്കുമെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും ആവശ്യം. കോഴിക്കോട് നിന്നും PV കുട്ടൻ. സംസ്ഥാനത്തെ ഭൂവിവരങ്ങളടങ്ങുന്ന ഡേറ്റാ ബാങ്ക് അടുത്ത വർഷം മാർച്ചോടെ പ്രസിദ്ധീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ. 852 വില്ലേജുകളിലെ റീസർവേ പൂർത്തിയായി. അടുത്ത വർഷത്തോടെ 2375 ഹെക്ടർ തരിശുഭൂമി നെൽകൃഷി യോഗ്യമാക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അമിത നിരക്ക് ഈടാക്കുന്ന ദീർഘദൂര അന്തർ സംസ്ഥാന ബസ് സർവീസുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഗതാഗത മന്ത്രി AK. ശശീന്ദ്രനും സഭയെ അറിയിച്ചു.
സംസ്ഥാനത്തെ ഭൂവിവരങ്ങളടങ്ങുന്ന ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരണം 2017 മാർച്ചോടെ പൂർത്തീകരിക്കുമെന്നും നിലവിൽ 328 പഞ്ചായത്തുകളിലെ ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരിച്ചതായും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ആവശ്യമായ ഫീൽഡ് പരിശോധന നടത്തി കുറ്റമറ്റ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നതിന് കൃഷി വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 852 വില്ലേജുകളിലെ റീസർവേ പൂർത്തിയായതായും മന്ത്രി അറിയിച്ചു. 2017 സംസ്ഥാനത്തെ 2375.94 ഹെക്ടർ തരിശുഭൂമി നെൽകൃഷി യോഗ്യമാക്കുമെന്നും നിലവിൽ 1054 ഹെക്ടർ തരിശുഭൂമി നെൽകൃഷി യോഗ്യമാക്കി കഴിഞ്ഞതായും റവന്യൂ മന്ത്രി സഭയെ രേഖാമൂലം അറിയിച്ചു. അമിത നിരക്ക് ഈടാക്കുന്ന ദീർഘദൂര സ്വകാര്യ ബസ് സർവീസുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കി. നിലവിൽ KSRTC ബസ്സുകളിൽ നടപ്പാക്കിയിരിക്കുന്ന GPS സംവിധാനം സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കുന്നത് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വർഷം ഇതുവരെ സംസ്ഥാനത്ത് 4005.28 കോടി രൂപയുടെ മദ്യവിൽപ്പന നടന്നതായും പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മദ്യവിൽപ്പനയിൽ 241.35 കോടി രൂപയുടെ വർധനവുണ്ടായതായും എക്സൈസ് വകുപ്പ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ സഭയെ രേഖാമൂലം അറിയിച്ചു. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി കെ ബാബുവിനെ വിജിലൻസ് ചോദ്യം ചെയ്തു. കൊച്ചിയിലെ സ്പെഷ്യൽ സെൽ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് 3 മണിക്കൂർ ചോദ്യം ചെയ്തത്. തനിക്ക് കണക്കിൽപ്പെടാത്ത ഭൂമിയോ നിക്ഷേപമോ ഇല്ലെന്ന് ബാബു പ്രതികരിച്ചു. മൊഴി വിശദമായി പരിശോധിച്ച ശേഷം ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് വിജിലൻസ് അറിയിച്ചു. രാവിലെ 10:30 കെ ബാബു വിജിലൻസ് ഓഫീസിൽ ഹാജരായത്. തുടർന്ന് ഡിവൈഎസ്പി ബിജി ജോർജിന്റെ നേതൃത്വത്തിൽ ബാബുവിനെ ചോദ്യം ചെയ്തു. അന്വേഷണ വേളയിൽ ബാബുവിന്റെയും ബിനാമികളുടെയും വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ബാബുവിനെ ചോദ്യം ചെയ്തത്. ഭൂമി ഇടപാടുകളെക്കുറിച്ചും ബാങ്ക് ലോക്കർ സംബന്ധിച്ചും ബിനാമി ബന്ധത്തെക്കുറിച്ചുമെല്ലാം വിജിലൻസ് ബാബുവിൽ നിന്ന് വിശദമായി മൊഴിയെടുത്തു. FIR-ൽ പറയുന്ന കാര്യങ്ങളെല്ലാം ബാബു വിജിലൻസിനോട് നിഷേധിച്ചതായാണ് വിവരം. ഇന്ത്യയിലോ വിദേശത്തോ തനിക്ക് നിക്ഷേപമില്ലെന്നും കണക്കിൽപ്പെടാത്ത ഒരു തുണ്ട് ഭൂമി പോലും തനിക്കില്ലെന്നും ചോദ്യം ചെയ്യലിന് ശേഷം ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വിദേശത്തുള്ള ഏതെങ്കിലും സ്ഥലത്തിൽ എനിക്ക് 1 രൂപയുടെ നിക്ഷേപം പോലും ഇല്ല. ഞാൻ കഴിഞ്ഞ 25 കൊല്ലമായി ഗവർണർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കണക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിട്ടിട്ട് 1 ഇഞ്ച് ഭൂമി എനിക്കില്ല. ബാബു നൽകിയ മൊഴി വിജിലൻസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. മൊഴിയിൽ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷം ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് വിജിലൻസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ 15 മീറ്റർ വീതിയിൽ തീരദേശ പാത നിർമ്മിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. മത്സ്യത്തൊഴിലാളികൾക്കായി 24,000 വീടുകൾ നിർമ്മിച്ചു നൽകും. കാലാവസ്ഥാ വ്യതിയാന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിനായി 13,000 കോടി രൂപയുടെ കേന്ദ്ര സഹായം തേടിയിട്ടുണ്ട്. കാസർഗോഡ് മത്സ്യബന്ധന തുറമുഖം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മേഴ്സിക്കുട്ടിയമ്മ. ആ വാക്കുകളുമായി ഇന്നത്തെ നാട്ടുകാര്യം പൂർണ്ണമാകുന്നു. നമസ്കാരം. മഞ്ചേശ്വരം തൊട്ട് തിരുവനന്തപുരം വരെയുള്ള തീരദേശത്താകെ 590 കിലോമീറ്ററിനകത്ത് ഒരു 15 മീറ്റർ വീതിയിൽ റോഡും 24,000-ഓളം വീടുകളുടെ പുനരധിവാസം വരുന്നുണ്ട്. ആ പുനരധിവാസം എന്ന് പറയുന്നത് സുനാമി കാലത്ത് ചെയ്ത പോലുള്ള വീടല്ല, നല്ല പക്കാ വീടുകൾ. 525 സ്ക്വയർ ഫീറ്റിനകത്ത് റോഡും മറ്റ് കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സും അംഗൻവാടിയും ഹെൽത്ത് സൗകര്യങ്ങളും എല്ലാം ഉറപ്പാക്കുന്ന പക്കാ നിർമ്മാണമാണ് ഉദ്ദേശിച്ചത്.